വനിതാ ദിനം. അവകാശങ്ങളും സമത്വവും ശാക്തീകരണവും എല്ലാ സ്ത്രീകൾക്കുമെന്ന ഈ വർഷത്തെ സന്ദേശം. ലോകം മുഴുവൻ വിപുലമായ ആഘോഷങ്ങൾ. തെറ്റായ പ്രവണതകൾ തിരുത്താനുള്ള പ്ലീനങ്ങൾ ഫലം കണ്ടില്ലെന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം. PSC ശമ്പള പരിഷ്കരണം ആശാവർക്കർമാരുടെ സമരത്തിൽ എരുതിയിൽ എണ്ണയൊഴിക്കും പോലെ ആശാവർക്കർമാരെ സമരത്തിലേക്ക് തള്ളിവിട്ടത് ആരോഗ്യമന്ത്രിയുടെ വീഴ്ച. സഹകരണ മേഖലയിൽ നടക്കുന്ന കൊള്ള തടയാൻ കൃത്യമായ മാർഗരേഖ വേണമെന്നും സമ്മേളനത്തിൽ പ്രതിനിധികൾ. CPIM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന വികസന രേഖയിൽ ചർച്ച. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള നടത്തിപ്പ് ഉൾപ്പെടെ നയമാറ്റ സൂചനകൾ രേഖയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൊല്ലം MLA മുകേഷ് CPIM സംസ്ഥാന സമ്മേളന വേദിയിലെത്തി. സ്ഥലം MLA ആയ മുകേഷ് എത്താത്തതിൽ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. ജോലി തിരക്കുകൾ ഉള്ളതിനാലാണ് 2 ദിവസം എത്താൻ കഴിയാതെ ഇരുന്നതെന്നും തനിക്ക് വിലക്കുകളില്ലെന്നും മുകേഷ് പറഞ്ഞു. മുംബൈയിൽ നിന്നും കണ്ടെത്തിയ മലപ്പുറം താനൂരിലെ പെൺകുട്ടികളെ നാട്ടിലെത്തിച്ചു. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും ഇവരെ രക്ഷിതാക്കൾക്കൊപ്പം വിടുക. കുട്ടികൾക്കൊപ്പം ട്രെയിനിൽ സഞ്ചരിച്ച യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാന്റെ കൂടുതൽ മൊഴികൾ പുറത്ത്. ഉമ്മ ഷമിയെ ആക്രമിച്ചത് ഉച്ചയ്ക്ക് 12 മണിയോടെ. മരിച്ചെന്ന് കരുതി വീട് പൂട്ടിയിറങ്ങി ചുറ്റിക വാങ്ങി അമ്മൂമ്മയെ കൊലപ്പെടുത്തിയ ശേഷം തിരിച്ചെത്തിയപ്പോൾ ഉമ്മ മരിച്ചിരുന്നില്ലെന്നും വീണ്ടും ചുറ്റിക കൊണ്ട് തലക്കടിച്ചെന്നും മൊഴി. അഫാനുമായുള്ള തെളിവെടുപ്പ് തുടരുന്നു. കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസ് കൊലപാതകത്തിൽ താമരശ്ശേരി ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിക്ക് ഗുരുതര വീഴ്ചയെന്ന് CWC. കൊലപാതകത്തിന് മുമ്പ് സംഘടന ഉണ്ടായിട്ടും ഫലപ്രദമായി ഇടപെട്ടില്ല. കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇതാണെന്നും റിപ്പോർട്ട്. CWC റിപ്പോർട്ട് പോലീസിന് സമർപ്പിച്ചു. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും 2 പെൺമക്കളും ജീവനൊടുക്കിയ സംഭവത്തിൽ മരിച്ച ഷൈനിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല. കേസിലെ നിർണായക തെളിവാണ് മൊബൈൽ ഫോൺ. ഷൈനിയും മക്കളും ജീവനൊടുക്കുന്നതിന് മുൻപ് ഫോണിൽ വിളിച്ചിരുന്നതായി ഭർത്താവ് നോബി മൊഴി നൽകിയിരുന്നു. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് നിഗമനം. കൊച്ചി കളമശ്ശേരിയിൽ വൻ തീപിടുത്തം. കളമശ്ശേരി ബിവറേജസ് ഗോഡൌണിന് പിറകിലുള്ള കിടക്ക നിർമ്മാണശാലയിലാണ് തീപിടുത്തമുണ്ടായത്. KSEB ഹൈ ടെൻഷൻ ലൈൻ പൊട്ടിവീണാണ് തീ പിടിച്ചതെന്ന് നിഗമനം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. അന്തരീക്ഷത്തിലെ ആർദ്രത ഉയർന്നതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം കുതിച്ചുയർന്നു. ഒരു ദിവസം കൊണ്ട് കൂടിയത് 4 മില്യൺ യൂണിറ്റ് ഉപഭോഗമാണ്. ഏപ്രിൽ മാസമാകുമ്പോഴേക്കും സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവ്വകാല റെക്കോർഡിലെത്തുമെന്ന് കണക്കുകൾ. കർണാടകയിലെ കൊപ്പലിൽ വിദേശ വനിതയടക്കം 2 യുവതികളെ കൂട്ടബലാത്സംഗം ചെയ്തു. ബലാത്സംഗത്തിനിരയായത് ഇസ്രായേലി യുവതിയും ഹോം സ്റ്റേ ഉടമയും. സ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പുരുഷന്മാരെ കനാലിലേക്ക് തള്ളിയിട്ട ശേഷമായിരുന്നു ക്രൂരത. കനാലിന് സമീപം രാത്രി ആകാശക്കാഴ്ചകൾ കണ്ടുനിന്ന യുവതികളെയാണ് ഉപദ്രവിച്ചത്. പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. യുദ്ധം അവസാനിപ്പിക്കൽ ചർച്ചകൾക്ക് യുക്രൈനേക്കാൾ ഇടപെടാൻ എളുപ്പം റഷ്യയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പുടിനെ വിശ്വസിക്കാം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി താൻ നല്ല ബന്ധത്തിലാണെന്നും യുദ്ധം അവസാനിക്കാനാണ് പുടിൻ ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. വൈറ്റ് ഹൗസിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന. മെക്സിക്കോയുമായും കാനഡയുമായുമുള്ള വ്യാപാര സംഘർഷങ്ങൾ 2026 ഫുട്ബോൾ ലോകകപ്പിന് കരുത്തുപകരുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ വൈറ്റ് ഹൗസ് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. 2026 ലോകകപ്പിലെ സഹ ആതിഥേയരായ രാജ്യങ്ങളുമായി ഭരണകൂടം തുടരുന്ന തർക്കം ടൂർണമെന്റിനെ ബാധിക്കുമെന്ന സൂചനകളെ ട്രംപ് തള്ളി. സ്പാം കോളുകൾക്കെതിരെ നടപടി കടുപ്പിച്ച കേന്ദ്രം. കോളുകൾ തടയുന്നതിനായി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും ടെലികോം റെഗുലേറ്ററും കർശന നടപടികൾ സ്വീകരിക്കും. വ്യാജ കോളുകൾ മൂലമുള്ള വഞ്ചനകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് പ്രതിദിനം 13 ദശലക്ഷം വ്യാജ കോളുകൾ തടയുമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. സിറിയൻ സുരക്ഷാ സേനയും മുൻ പ്രസിഡന്റ് ബഷാർ അസദിന്റെ അനുയായികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ലറ്റാക്കിയ, ടാർട്ടസ് നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അക്രമം. അസദിനെ അനുകൂലിക്കുന്നവർ ഭൂരിപക്ഷമുള്ള മേഖലയിലാണ് ഈ നഗരങ്ങൾ. സംഘർഷ മേഖലകളിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചതായി സൈനിക വൃത്തങ്ങൾ.
ഇറാനുമായി ആണവ കരാറിനെ കുറിച്ച് ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതുമായി ബന്ധപ്പെട്ട് ഇറാനെ കത്തെഴുതിയതായും ട്രംപ് വിഷയത്തിൽ വ്യക്തമാക്കി. വൈറ്റ് ഹൗസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കാനഡയെയും മെക്സിക്കോയെയും ലക്ഷ്യം വെച്ച് പ്രഖ്യാപിച്ച അധിക തീരുവ നടപ്പാക്കുന്നത് നീട്ടിവെച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ 25% വരെയുള്ള തീരുവ നയം ഓഹരി വിപണിയെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. ഈ സാഹചര്യം പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുമെന്നും അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. യുഎസിന്റെ താരിഫ് യുദ്ധത്തെ മറികടക്കാൻ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന ആവശ്യവുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി. ബെയ്ജിംഗിൽ നടന്ന നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിനു ശേഷമാണ് ട്രംപ് ഉയർത്തിയ താരിഫ് പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയും ചൈനയും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചത്. ആൽഫ്രഡ് ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞെങ്കിലും ഓസ്ട്രേലിയയിൽ കനത്ത ജാഗ്രത. തെക്കൻ ക്യൂൻസ്ലാൻഡിലും വടക്കൻ ന്യൂ സൗത്ത് വെയിൽസിലും കാറ്റ് വ്യാപകമായ നാശം വിതയ്ക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചു. ക്യൂൻസ്ലാൻഡിലെ വിദ്യാലയങ്ങളും ബ്രിസ്ബെയിൻ വിമാനത്താവളവും അടച്ചിട്ടു. ഓൺലൈൻ തട്ടിപ്പുകളെ സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിച്ച റോയൽ ഒമാൻ പോലീസ്. ഫോണിലേക്ക് വരുന്ന വാട്സാപ്പ് ടെക്സ്റ്റ് സന്ദേശങ്ങൾ വഴിയാണ് ഒമാനിൽ പുതിയ തട്ടിപ്പ് നടക്കുന്നത്. ഗാർഹിക തൊഴിലാളികളെ ആകർഷകമായ ശമ്പളത്തിന് വാഗ്ദാനം ചെയ്യുന്ന വ്യാജ പരസ്യങ്ങളാണിത്. ഇതിൽ നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയും ബാങ്ക് വിവരങ്ങൾ കൈക്കലാക്കുകയുമാണ് തട്ടിപ്പ് സംഘം ചെയ്യുന്നതെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. ദുബായിൽ വാഹനങ്ങൾ തമ്മിൽ ആവശ്യമായ അകലം പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തി ദുബായ് പോലീസ്. റോഡിൽ വാഹനങ്ങൾ തമ്മിൽ നിശ്ചിതമായ അകലം പാലിച്ചിരിക്കണം. ഇത് നിരീക്ഷിക്കുന്നതിനായി റോഡുകളിൽ റഡാർ സംവിധാനങ്ങൾ സ്ഥാപിക്കുമെന്നും ദുബായ് പോലീസ് അറിയിച്ചു. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 68-കാരിയുടെ കൈകാലുകൾ ഒടിഞ്ഞു. തിരുവനന്തപുരം കള്ളിക്കാട് സ്വദേശി വസന്തകുമാരിക്കാണ് പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പുറകിലൂടെ വന്ന കാട്ടുപന്നി ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ ഉടൻ നെയ്യാർ ഡാം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചുവെങ്കിലും കൈകാലുകൾ ഒടിഞ്ഞതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇടുക്കി മൂന്നാറിൽ പരിക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകണമെന്നാവശ്യപ്പെട്ട് മൃഗസ്നേഹികളുടെ സംഘടന ഹൈക്കോടതിയിൽ. വാക്കിംഗ് ഫൗണ്ടേഷൻ ഫോർ അനിമൽ അഡ്വക്കസി എന്ന സംഘടനയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് ഈ മാസം 10-ന് കോടതി പരിഗണിക്കും. തൃശൂർ അന്തിക്കാട് കിണറ്റിൽ വീണ പശുവിനെ ഫയർഫോഴ്സ് എത്തി JCB ഉപയോഗിച്ച് പുറത്തെത്തിച്ചു. കുളിപ്പിക്കാൻ കൊണ്ടുപോയ പശുവാണ് കിണറ്റിൽ വീണത്. ഫയർഫോഴ്സിന്റെ വാട്ടർ ഹോസ് JCBയിൽ കെട്ടിയാണ് കിണറ്റിൽ വീണ പശുവിനെ കരക്കെത്തിച്ചത്. വായ്വട്ടം കുറഞ്ഞ കിണറായതിനാൽ പശുവിനെ പുറത്തെടുക്കുന്നത് ദുഷ്കരമായിരുന്നു. തൃശൂർ നായരങ്ങാടിയിൽ അജ്ഞാത രോഗത്തെ തുടർന്ന് കറവ പശുക്കൾ വ്യാപകമായി ചത്തൊടുങ്ങുന്നു. ചൗക്ക മേഖലയിൽ കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ 20ഓളം പശുക്കളാണ് ചത്തത്. മൃഗാശുപത്രിയുടെ ഒരു ഉപകേന്ദ്രം നായരങ്ങാടി മേഖലയിൽ വേണമെന്ന ക്ഷീര കർഷകരുടെ ആവശ്യം അധികൃതർ പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് പശുക്കൾ ചത്തൊടുങ്ങുന്നത്. പൊതുജനങ്ങളുടെ ജീവനും വസ്തുവകകൾക്കും ഭീഷണിയാകുന്ന പന്നികളെ കൊന്നൊടുക്കുന്നവർക്ക് നൽകുന്ന ഓണറേറിയം വർദ്ധിപ്പിച്ചു. പന്നികളെ കൊല്ലുവാൻ അംഗീകാരമുള്ള ഷൂട്ടർമാർക്ക് 1500 രൂപ നിരക്കിൽ ഓണറേറിയം അനുവദിക്കും. ചത്ത മൃഗങ്ങളെ സംസ്കരിക്കുന്നതിന് 2000 രൂപ ചെലവഴിക്കാം. പന്നികളെ കൊലപ്പെടുത്താൻ അംഗീകൃത ഷൂട്ടർമാരെയാണ് പഞ്ചായത്തുകൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ പോലീസിനെ കണ്ട MDMA പൊതി വിഴുങ്ങിയ ആൾ മരിച്ചത് മൈക്കാവ് സ്വദേശി ഷാനിദ്. എൻഡോസ്കോപ്പിയിൽ വയറ്റിൽ വെളുത്ത തരികളടങ്ങിയ കവറുകൾ കണ്ടെത്തിയിരുന്നു. മരിച്ച ഷാനിദ് മുമ്പും ലഹരിക്കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. മലപ്പുറം തൃത്താലയിൽ വാറ്റുചാരായവും വാഷുമായി വിളഞ്ഞൂർ സ്വദേശി എക്സൈസ് പിടിയിൽ. ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത്. പ്രതിയിൽ നിന്ന് 1.5 ലിറ്റർ ചാരായവും 18 ലിറ്റർ വാഷും പിടിച്ചെടുത്തു. തൃശൂർ കൊരട്ടിയിൽ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. മേലൂർ പുലാനി സ്വദേശിയായ പ്രണവാണ് 14 ഗ്രാം കഞ്ചാവുമായി പിടിയിലായത്. മുൻപും മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് പ്രണവ്. കൊച്ചി സിറ്റി പോലീസിന്റെ മയക്കുമരുന്ന് വേട്ടയിൽ വൻ വർധനവ്. 482 മയക്കുമരുന്ന് കേസുകളിൽ 549 പ്രതികളെ അറസ്റ്റ് ചെയ്തു. 103 കിലോഗ്രാം കഞ്ചാവും 628 ഗ്രാം MDMAയും 28 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. എറണാകുളം വടക്കൻ പറവൂരിൽ വഴിയിൽ വീണുകിടന്ന യുവാവിന്റെ ദേഹത്തുകൂടെ കാർ കയറി ഇറങ്ങിയ അന്ത്യം.
വടക്കൻ പറവൂർ സ്വദേശി പ്രേംകുമാറാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വടക്കൻ പറവൂരിലെ സ്റ്റേഡിയം റോഡിലായിരുന്നു അപകടം. ഇയാൾ റോഡിൽ വീണ് കിടക്കുന്നത് കാണാതെ കാർ ദേഹത്ത് കയറിയതാകാം എന്നാണ് സംശയം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം കോഡൂരിൽ ബസ് ജീവനക്കാരുടെ മർദ്ദനത്തിന് പിന്നാലെ ഓട്ടോറിക്ഷ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്ത്. ഹൃദയാഘാതമാണ് അബ്ദുൾ ലത്തീഫിന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്നാൽ മർദ്ദനമേറ്റ് രക്തസമ്മർദ്ദം കൂടിയത് ഹൃദയാഘാതത്തിന് കാരണമായെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രതികൾക്കെതിരെ നരഹത്യാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം മാറനല്ലൂർ ഇരട്ടക്കൊലക്കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. മാറനല്ലൂർ വില്ലേജിൽ സന്തോഷ്, പോങ്ങുമൂട് സജീഷ് എന്നിവർ കൊല്ലപ്പെട്ട കേസിൽ അരുൺ രാജിനെയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. പാറ പൊട്ടിക്കുന്നത് സംബന്ധിച്ച് കൊല്ലപ്പെട്ടവരും പ്രതിയും തമ്മിലുണ്ടായ വിരോധവും തർക്കവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. തൃശൂർ ആളൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പ്രതികൾ റിമാൻഡിൽ. അടിയൂർ സ്വദേശി അനന്തുവിനെ സഞ്ചരിച്ചിരുന്ന കാർ അടക്കം തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഷാജി, നിഷാന, മുക്താർ, മുഹമ്മദ് ഷമീം ഖുറൈഷി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മരട് കൂട്ടക്കവർച്ച കേസിലെ പ്രതി കൂടിയാണ് അനന്തു. തൃശൂരിൽ യുവാവിനെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ റിമാൻഡിൽ. കാട്ടാക്കുളം സ്വദേശിയായ പൃഥ്വിരാജിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൽ ചേരമാൻ സ്വദേശികളായ ഷിനാസ്, മുഹ്സിൻ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് ആക്രമണത്തിന് കാരണമായത്. തൃശൂർ കുന്നംകുളത്ത് ഗൃഹനാഥൻ തോട്ടിൽ വീണ് മരിച്ചു. ചിറയൻകാട് സ്വദേശി ജയപാലനാണ് മരിച്ചത്. പുല്ലരിയുന്നതിനായി പാപ്പിരുത്തി പാടത്തേക്ക് പോയതായിരുന്നു. തിരികെ എത്താത്തതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് രാത്രിയോടെ പാടത്തെ തൊട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ ത്രിവേണി ബീച്ചിൽ യുവാവിന്റെ മൃതദേഹം കരയ്ക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തി. 30 വയസ്സോളം തോന്നിക്കുന്ന യുവാവിൻ്റെതാണ് മൃതദേഹം. അടിവസ്ത്രം മാത്രം ധരിച്ച നിലയിലാണ്. അഴീക്കോട് കോസ്റ്റൽ പോലീസും മതിലകം പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ബാർ ഹോട്ടലിൽ റൂം ബുക്കിംഗിന്റെ പേരിൽ പണം തട്ടിയെടുത്തയാൾ പിടിയിൽ. തൃശൂർ സ്വദേശി നോയലിനെയാണ് വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹോട്ടലിലെ ജീവനക്കാരനായിരുന്ന പ്രതി റൂം ബുക്കിംഗിനായി ബന്ധപ്പെടുന്ന അന്യസംസ്ഥാനക്കാരിൽ നിന്നും ഉൾപ്പെടെ 50,000-ഓളം രൂപ തട്ടിയെടുക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് ഉത്സവപ്പറമ്പിൽ കടയുടമയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ആര്യനാട് ചെമ്പകമംഗലം ക്ഷേത്ര കോമ്പൗണ്ടിൽ ഫാൻസി സ്റ്റാൾ നടത്തി വന്നിരുന്ന ഉടമയ്ക്കാണ് കുത്തേറ്റത്. സ്റ്റാളിൽ സഹായിയായി നിന്നിരുന്ന പൂജപ്പുര ബൈജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ ഹരികുമാറിനെ ആര്യനാട് ഹോസ്പിറ്റലിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ആലപ്പുഴയിൽ സ്ത്രീകൾക്കായി പ്രത്യേക ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. വനിതാ ദിനത്തിന്റെ ഭാഗമായി സ്ത്രീകളിൽ ഗർഭാശയ, സ്തനാർബുദ സാധ്യതകളില്ലെന്ന് തിരിച്ചറിയുന്നതിനായി ആരോഗ്യം ആനന്ദം എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പലയിടങ്ങളിലും മെഗാ സ്ക്രീനിംഗ് ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. സ്ക്രീനിംഗിൽ പങ്കെടുക്കുന്നവർ ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാർ നമ്പർ കയ്യിൽ കരുതണം. സംസ്ഥാന സർക്കാരിന്റെ വനിതാരത്ന പുരസ്കാരം 2024 ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു. സാമൂഹ്യ സേവന വിഭാഗത്തിൽ കോഴിക്കോട് സ്വദേശി ടി ദേവി, കായികരംഗത്ത് ആലപ്പുഴ ചേർത്തല സ്വദേശി കെ വാസന്തി ഉൾപ്പെടെ 6 പേർ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മന്ത്രി വീണ ജോർജ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. വനിതാ ദിനത്തിൽ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വനിതകൾക്കായി സൗജന്യ സിനിമാ പ്രദർശനം ഒരുക്കുന്നു. പ്രളയശേഷം ഒരു ജലകന്യക എന്ന ചിത്രത്തിന് ഓരോ തിയേറ്ററുകളിലും ആദ്യമെത്തുന്ന 100 സ്ത്രീകൾക്ക് പ്രദർശനം സൗജന്യമാണ്. തിരുവനന്തപുരം നില തിയേറ്ററിൽ ഉച്ചയ്ക്ക് 2 മണിക്കും ആലപ്പുഴ ശ്രീ തിയേറ്ററിൽ ഉച്ചയ്ക്ക് 2:30ക്കും പ്രദർശനം നടക്കും. തിരുവനന്തപുരം നന്ദിയോട് പച്ചയിൽ വനിതാ ദിന പരിപാടി സംഘടിപ്പിച്ചു. വയോജന കൂട്ടായ്മയായ പച്ചത്തുരുത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. കവയത്രി ശ്രീമതി രജനി സേതു പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ 2024 പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച വീടുകൾക്കുള്ള ധനസഹായ വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പട്ടിക്കാട് മാർ തോമസ് ലീഹ പാരിഷ് ഹാളിലും കൈനൂർ അമ്പല ഹാളിലും നടന്ന ചടങ്ങിൽ 16,028 പേർക്കുള്ള ധനസഹായം മന്ത്രി കെ രാജൻ വിതരണം ചെയ്തു.
ജില്ലയിൽ പ്രകൃതിക്ഷോഭത്തിൽ നാശനഷ്ടം സംഭവിച്ച വീടുകൾക്ക് ധനസഹായം നൽകുന്നതിനായി ഇതുവരെ 11 കോടി രൂപയാണ് അനുവദിച്ചത്. ആലപ്പുഴ കുട്ടനാട്ടിലെ നെല്ല് സംഭരണം മില്ലുകാർ കർഷകരെ കൊള്ളയടിക്കുന്നുവെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. കൊയ്ത്ത് പൂർത്തിയാക്കി സംഭരണത്തിനായി കുട്ടനാട്ടിലെ നിരവധി പാടശേഖരങ്ങളിൽ നെല്ല് കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. കുട്ടനാട്ടിലെ വിവിധ പാടശേഖരങ്ങളിൽ കൊയ്ത്ത് തുടങ്ങിയ സാഹചര്യത്തിൽ അനാവശ്യ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് കർഷകരെ സ്വകാര്യ മില്ലുകാർ കൊള്ളയടിക്കാൻ ശ്രമിക്കുകയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ആരോപിച്ചു. തൃശൂർ എളവള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള കർഷക സംഘം CPIM-ന്റെയും കർഷക സംഘത്തിന്റെയും നേതാവായിരുന്ന VR പുഷ്കരൻ അനുസ്മരണം ആചരിച്ചു. പുഷ്പാർച്ചനയും പതാക ഉയർത്തലും CPIM ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഗുരുവായൂർ ക്ഷേത്രത്തിലെ 2025 വർഷത്തെ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ K. വിജയൻ. ഉത്സവാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ പ്രാദേശിക സാംസ്കാരിക കലകൾ, മറ്റ് കലാപരിപാടികൾ തുടങ്ങിയവയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. ശ്രദ്ധേയരായ കലാകാരന്മാരുടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ ഇത്തവണയും ഉത്സവ പരിപാടികളുടെ പൊലിമ കൂട്ടും. തൃശൂർ അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയും സെറിബ്രൽ പാൾസി ബാധിതനുമായ ശ്രീപദ് ഒഴിവു സമയത്ത് നിർമ്മിച്ച വസ്തുക്കൾ വിറ്റ് കിട്ടിയ തുക PTA ഫണ്ടിലേക്ക് സംഭാവനയായി കൈമാറി. മുത്തുമാലകൾ, വിവിധ തരം കമ്മൽ തുടങ്ങിയവ നിർമ്മിച്ചാണ് ശ്രീപദ് തന്റെ സമ്പാദ്യത്തിൽ നിന്ന് ലഭിച്ച 5000 രൂപ സ്കൂളിന് കൈമാറിയത്. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ തുക ഏറ്റുവാങ്ങി. തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിലെ കർഷകർക്കായി നടപ്പിലാക്കുന്ന അഗ്രി ക്ലിനിക്കുകളുടെ വാർഡ് തല ഉദ്ഘാടനം നടന്നു. വെളുത്തൂർ ചിത്ര ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്യോഗസ്ഥർ കൃഷിയിടങ്ങളിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഇവ സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് അനന്തപുരി തെയ്യാട്ട മഹോത്സവത്തിന്റെ ലോഗോ നിയമസഭാ സ്പീക്കർ AN ഷംസീർ പ്രകാശനം ചെയ്തു. പ്രമുഖ ചലച്ചിത്ര താരം സജിത പള്ളത്ത് ലോഗോ ഏറ്റുവാങ്ങി. തിരുവനന്തപുരം കരുമം ആയിരവില്ലി ക്ഷേത്രത്തിൽ വെച്ച് മാർച്ച് 19 തെയ്യാട്ട മഹോത്സവം നടക്കും. ആലപ്പുഴയിൽ ലഹരി ഉപയോഗങ്ങൾക്കും അക്രമങ്ങൾക്കുമെതിരെ IHRDയുടെ നേതൃത്വത്തിൽ കൂട്ടയോട്ടങ്ങൾ സംഘടിപ്പിച്ചു. കായംകുളം KSRTC ബസ് സ്റ്റാൻഡ്, കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്, കാർത്തികപ്പള്ളി, ഹരിപ്പാട് ടൗൺ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് സ്നേഹത്തോൺ എന്ന പേരിൽ കൂട്ടയോട്ടം നടത്തിയത്. കൊല്ലം കുണ്ടറയിൽ വർദ്ധിച്ചുവരുന്ന അക്രമവാസനയ്ക്കും ലഹരി വ്യാപനത്തിനുമെതിരെ കുണ്ടറ IHRD കോളേജിന്റെ നേതൃത്വത്തിൽ 100ഓളം കേന്ദ്രങ്ങളിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. സിറാമിക്സ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം കോളേജിൽ സമാപിച്ചു. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് V കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃശൂർ കൊടകരയിൽ ഹരിതകർമ്മസേനയുടെ മുച്ചക്ര വണ്ടി സാമൂഹ്യ വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചതായി പരാതി. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഹരിതകർമ്മസേനയുടെ മുച്ചക്ര വണ്ടിയാണ് സാമൂഹ്യ വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചത്. വണ്ടിയും വണ്ടിയിൽ ചാക്കിൽ ശേഖരിച്ചു വെച്ചിരുന്ന മാലിന്യങ്ങളും കത്തി നശിച്ചു. തീ കണ്ട് ഓടിയെത്തിയ സമീപവാസികളാണ് തീയണച്ചത്. ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്ന് സംരക്ഷണം ഒരുക്കാൻ AI ഷീൽഡ് വെയർ ആപ്പ് അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ. ചെങ്ങന്നൂർ സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ അവസാന വർഷ BTech വിദ്യാർത്ഥികളാണ് മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത്. വിവിധ സുരക്ഷാ സവിശേഷതകളോടെയാണ് ആപ്പ് അവതരിപ്പിച്ചത്. തൃശൂർ പുത്തൻപീടിക ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് നടപ്പുരമേളവും കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. 51 കലാകാരന്മാരെ അണിനിരത്തിയാണ് ഇവ നടന്നത്. പ്രസിഡന്റ് TS അനിൽകുമാർ, സെക്രട്ടറി TR ജയപ്രസാദ്, ട്രഷറർ TI മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. ആലപ്പുഴ വിയ്യപുരം പഞ്ചായത്തിലെ കരിപ്പാടം പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തി. വിയ്യപുരം കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ഡ്രോൺ ഉപയോഗിച്ച് വളമിടൽ നടന്നത്. ഡ്രോൺ പറത്തലിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA ഷാനവാസ് നിർവഹിച്ചു. തൃശൂർ എടത്തിരുത്തിയിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തി. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ലാപ്ടോപ്പ് വിതരണം നടത്തിയത്. 18 വിദ്യാർത്ഥികൾക്കായി 7.74 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു.
തൃത്താലയിൽ അംഗനവാടിയിലെ കടന്നൽക്കൂട് നീക്കം ചെയ്തു. കടന്നൽക്കൂട്ടം കൂടുകൂട്ടിയത് കുട്ടികൾക്കും അംഗനവാടി ജീവനക്കാർക്കും പരിസരവാസികൾക്കും വലിയ ഭീതിയാണ് സൃഷ്ടിച്ചത്. സംഭവത്തിൽ പരാതി നൽകിയ ആഴ്ചകൾ പിന്നിട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ലേല നടപടികൾ സുതാര്യമാക്കണമെന്ന് CPIM. ഇതിനായി ഓഫ്ലൈൻ രീതി മാറ്റി ഓൺലൈൻ സംവിധാനത്തോടെ ലേലം നടത്തണമെന്നാണ് ആവശ്യം. ദുരൂഹതയുള്ളതും ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നതുമായ ഓഫ്ലൈൻ ലേല നടപടികൾ നടത്തുന്നതിൽ CPI കൊടുങ്ങല്ലൂർ മണ്ഡലം അഡ്ഹോക് കമ്മിറ്റി പ്രതിഷേധിച്ചു. തൃശൂർ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ബജറ്റ് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപാണ് അവതരിപ്പിച്ചത്. കുടിവെള്ള പദ്ധതിക്ക് ഊന്നൽ നൽകിയാണ് ബജറ്റ് അവതരണം നടന്നത്. ആരോഗ്യ മേഖലയ്ക്ക് 1,26 ലക്ഷം രൂപയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് 63 ലക്ഷം രൂപയും വകയിരുത്തി. ബേസിൽ ജോസഫിനെ നായകനാക്കി നവാഗതനായ ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്ത പൊന്മാൻ 50 ദിവസം പിന്നിട്ടു. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് നിർമ്മിച്ച ചിത്രം GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ്. GR ഇന്ദുഗോപൻ, ജസ്റ്റിൻ മാത്യു എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. വൈനോട്ട് പ്രൊഡക്ഷൻ മേധാവി ശശികാന്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം ദ ടെസ്റ്റിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു. നയൻതാര, മാധവൻ, സിദ്ധാർത്ഥ്, മീര ജാസ്മിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്ന ചിത്രം ഏപ്രിൽ 4-ന് പുറത്തിറങ്ങും. ചിത്രം OTT-യിൽ നേരിട്ട് റിലീസ് ചെയ്യുകയാണ്. ഫ്രൈഡേ ഫിലിം ഹൗസ് അവതരിപ്പിക്കുന്ന പുതിയ ചിത്രം കാലന്റെ തങ്കക്കുടത്തിന് തുടക്കം കുറിച്ചു. ഇന്ദ്രജിത്ത് സുകുമാരൻ, അൽത്താഫ് സലിം, ഇന്ദ്രൻ, രമേശ് പിഷാരടി തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ഡയറക്ടർ നിതീഷ് KTRന്റെ കോമിക് ബർത്ത്ഡേ പോസ്റ്ററിലൂടെയാണ് ചിത്രത്തിന് തുടക്കം കുറിച്ചത്. ടിയേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ലക്ഷ്മി വാര്യരും ഗണേഷ് മേനോനും ചേർന്ന് നിർമ്മിക്കുന്ന ധീരൻ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ഭീഷ്മപർവം ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ദേവദത്ത് ഷാജി സംവിധായകനാകുന്നെന്ന സവിശേഷതയും ധീരനുണ്ട്. ചിത്രത്തിന്റെ രചനയും ദേവദത്ത് തന്നെയാണ്. നയൻതാര ചിത്രം മൂക്കുത്തിയമ്മന്റെ 2ാം ഭാഗം വരുന്നു. ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ ചെന്നൈ പ്രസാദ് സ്റ്റുഡിയോയിൽ നടന്നു. 100 കോടി മുതൽ മുടക്കിൽ ഒരുങ്ങുന്ന ചിത്രം സുന്ദർ സിയാണ് സംവിധാനം ചെയ്യുന്നത്. റാപ്പർ യോയോ ഹണി സിംഗിന്റെ പുതിയ ഗാനമായ മാനിയാക്കിനെതിരെ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകി നടി നീതു ചന്ദ്ര പട്ന. ഗാനം പരസ്യമായി ലൈംഗികത ചിത്രീകരിക്കുന്നുവെന്നും സ്ത്രീകളെ വെറും ലൈംഗിക വസ്തുക്കളായി കാണിക്കുന്നുവെന്നും ആരോപിച്ചാണ് ഹർജി നൽകിയത്. ഹണി സിംഗിനെതിരെയും ഗാനരചയിതാവ്, ഗായികമാർ ഉൾപ്പെടെ ഗാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും കക്ഷി ചേർത്താണ് നീതുവിന്റെ ഹർജി. രാജമൗലി മഹേഷ് ബാബു ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. ചിത്രത്തിൽ പൃഥ്വിരാജ്, സുകുമാരനും പങ്കുചേർന്നു. ഹൈദരാബാദിൽ നിന്ന് സിനിമയുടെ ലൊക്കേഷനിലേക്ക് തിരിക്കുന്ന മഹേഷ് ബാബുവിന്റെയും പൃഥ്വിരാജിന്റെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ജിത്തു അഷ്റഫിന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബൻ നായകനായെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി 50 കോടി ക്ലബ്ബിൽ. ജിത്തു അഷ്റഫിന്റെ സംവിധാനത്തിൽ ഷാഹി കബീറാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചത്. കുഞ്ചാക്കോ ബോബൻ നായകനായെത്തിയ 5-ാം പാതിര, ഉണ്ണാത്താൻ കേസുകൊട് എന്നീ സിനിമകൾ ഇതിനു മുൻപ് 50 കോടി ക്ലബ്ബിൽ ഇടം നേടിയിരുന്നു. പുതുമുഖം അനൂപ് രത്ന നായകനാകുന്ന ചിത്രം ലീച്ച് മാർച്ച് 14-ന് തിയേറ്ററുകളിലെത്തും. ബുക്ക് ഓഫ് സിനിമ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രം SM ആണ് സംവിധാനവും രചനയും നിർവഹിച്ചിരിക്കുന്നത്. ദൂരയാത്ര ചെയ്യുന്ന ഏതൊരു ദമ്പതികൾക്കും സംഭവിക്കാവുന്ന ഒരു അപകടമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. അതിവേഗ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.